യൂറോപ്യൻ യൂണിയനും ജർമ്മനിക്കും നിർണായകമായ പൊതുതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യം വിജയമുറപ്പിച്ചു. ജർമ്മനി ഇനി ഫ്രീഡക് മഡ്സ് നയിക്കും. മഡ്സിന്റെ CDUവും CSUവുമായുള്ള സഖ്യം 28.5% വോട്ട് നേടി. ഇലോൺ മസ്ക് പ്രചാരണത്തിനിറങ്ങിയ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AFD രണ്ടാം സ്ഥാനത്തെത്തി. അമേരിക്കയിലെ വിജയത്തിന് പിന്നാലെ മസ്ക് ജർമ്മനിയിലും പ്രചാരണത്തിനെത്തി. പിന്നാലെ ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AFDയെ പിന്തുണച്ച് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. എന്നാൽ ഇതൊന്നും വിജയം കണ്ടില്ലെന്നാണ് ജർമ്മനിയിലെ പൊതുതെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ഇന്നലെയാണ് ജർമ്മനിയിലെ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത്. 1990കളിൽ ജർമ്മനിയുടെ പുനരേകീകരണത്തിന് ശേഷം ഇതാദ്യമായാണ് പൊതുതെരഞ്ഞെടുപ്പിൽ 83% വോട്ടിംഗ് രേഖപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ 28.5% വോട്ട് നേടിയാണ് കൺസർവേറ്റീവ് പാർട്ടി സഖ്യമായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ഓഫ് ജർമ്മനിയും ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ ഇൻ ബവേരിയ സഖ്യവും ഭരണം ഉറപ്പിച്ചത്. ഇനി വേണ്ടത് ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള ചെറു പാർട്ടികളുടെ പിന്തുണ മാത്രം. ഇതിനായി കൺസർവേറ്റീവ് സഖ്യം ചെറു പാർട്ടികളുമായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവ് ഫ്രീഡ്രിക് മഡ്സ് ആയിരിക്കും അടുത്ത ജർമ്മൻ ചാൻസലർ. അമേരിക്കയിൽ നിന്ന് യൂറോപ്പിന് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുമെന്നാണ് ഫ്രീഡ്രിക് മഡ്സിന്റെ വാഗ്ദാനം. AFDയുമായി സഖ്യത്തിനില്ലെന്ന് മഡ്സ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. അനധികൃത കുടിയേറ്റവും റഷ്യൻ യുക്രൈൻ യുദ്ധത്തിലെ അമേരിക്കയുടെ പിൻവലിയലും യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള മോശമാകുന്ന സാഹചര്യവുമെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായിരുന്നു. ഈ സാഹചര്യങ്ങളിൽ യൂറോപ്പിൽ ഐക്യം കൊണ്ടുവരിക എന്നതാണ് പ്രാഥമിക പരിഗണനയായി മഡ്സ് കണക്കാക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം നോക്കിയാൽ രണ്ടാമതെത്തിയ AFDക്ക് 20.5% വോട്ടും മുൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 16.5% വോട്ടും ഗ്രീൻസിന് 11.8% വോട്ടുമാണ് നേടാനായത്. SDP ഗ്രീൻ സഖ്യം തകർന്നതോടെയാണ് വിശ്വാസ വോട്ടെടുപ്പിൽ മുൻ സർക്കാർ പരാജയപ്പെടുകയും പാർലമെന്റ് പിരിച്ചുവിടുന്നതിലേക്കും നീങ്ങിയത്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.